അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്കുള്ള റിപ്ലൈ ആണ്. അതായത് ഞാൻ പളനി പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് അവിടെ നടത്തുന്ന വഴിപാടുകളെ കുറിച്ച് പറയാം. അതായത് പളനി ദണ്ഡസ്വാമി ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഭസ്മാഭിഷേകം, അങ്ങനെ ഒരുപാട് അഭിഷേകങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ പൈസയേ വരുള്ളൂ. പിന്നെ പോകുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസാദവും കിട്ടും. പിന്നെ മുടി മൊട്ടയടിക്കുന്ന കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ ഫ്രീ ആയിട്ട് മുടി മൊട്ടയടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതുമാത്രമല്ല, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മുടി മൊട്ടയടിക്കാൻ ആളിനെ ഏർപ്പാട് ചെയ്ത് തരും. അവർ വന്ന് മൊട്ടയടിച്ച് തരും. പിന്നെ ഈവനിങ് മുടി മൊട്ടയടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മിക്കവരും രാവിലെ മൊട്ടയടിച്ച് ചന്ദനം തേച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഏജ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം മുരുകനോട് ഒരു കാര്യം ഉദ്ദേശിച്ച് അല്ലെങ്കിൽ മുരുകനോട് ഒരു കാര്യം അപേക്ഷിച്ച് അത് നടന്നാണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഏജിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സൗകര്യം പോലെ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ അത് ഭഗവാന് കൊടുത്താൽ മതി. ഇന്ന ഏജ് എന്നൊന്നുമില്ല, നമുക്കിടെ ഇഷ്ടമാണ്, നമുക്ക് എപ്പോഴാണോ കൊടുക്കാൻ തോന്നുക അപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹോട്ടൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പളനി ഡോർമെട്രിയുടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല. കാരണം ഡോർമെട്രിയുടെ റൂമിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്നത് പളനിയുടെ അടുത്ത് തന്നെ, പളനി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂ തിരുപ്പൂർ ലോഡ്ജ് എന്നും പറഞ്ഞൊരു ലോഡ്ജുണ്ട്. അവിടെ AC റൂമിന് 2200 റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ വളരെ സൗകര്യമാണ്. അതെനിക്ക് ഫുഡ് കഴിക്കാനായാലും അവിടെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ന്യൂ തിരുപ്പൂർ ലോഡ്ജാണ്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ സ്റ്റേ ചെയ്തത് ഹോട്ടൽ അമൃതം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്. പക്ഷെ അത് കുറച്ച് നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവിടെ കുറച്ച് ദൂരമുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട്. പിന്നെ ആഹാരം കഴിക്കാനെങ്കിലും ഒക്കെ ദൂരെ പോകണം. അപ്പോൾ കുറച്ച് അധികം ബുദ്ധിമുട്ടായിരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മറ്റിടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മോശമാണെന്ന് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയും. പക്ഷെ വ്യത്യാസമുണ്ട്. AC റൂമിന് 1500 രൂപയെ അവിടെ റേറ്റ് ഉള്ളൂ. ഹോട്ടൽ അമൃതമിൽ വേറെയും ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ നമുക്ക് അമ്പലത്തിൽ പോകാനും വരാനും ആഹാരം കഴിക്കാനും ഒക്കെ സൗകര്യം ന്യൂ തിരുപ്പൂർ ലോഡ്ജ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കുറച്ച് ദിവസം കൊണ്ട് ഈ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.